ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് തെന്നാലി രാമൻ്റെ ഒരു കഥ കേട്ടാലോ. ബീജാപ്പൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താന് അയൽരാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. യുദ്ധങ്ങൾ നടത്തി വിജയനഗര സാമ്രാജ്യത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന് സുൽത്താൻ പരിശ്രമിക്കുകയായിരുന്നു. സുൽത്താൻ്റെ കുതന്ത്ര പ്രയോഗങ്ങൾ കൃഷ്ണദേവരായർക്കും അറിയാമായിരുന്നു. ഒരു യുദ്ധത്തിൽ കൂടി ബീജാപ്പൂർ പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്ത് ശാശ്വത സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി കൃഷ്ണദേവരായരും പടയൊരുക്കം ചെയ്യുകയായിരുന്നു. ചാരന്മാർ മുഖേന ആ രഹസ്യം ചോർത്തിയെടുത്ത സുൽത്താൻ യുദ്ധത്തിൽ നിന്ന് കൃഷ്ണദേവരായരെ പിന്തിരിപ്പിക്കുന്നതിന് മറ്റൊരു കുതന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തൻ്റെ സൈന്യനിരയിലെ ജ്യോത്സ്യമറിയാവുന്ന ഒരു ഭടനെ തിരഞ്ഞെടുത്ത് അവന് വേണ്ടത്ര നിർദ്ദേശങ്ങളും കൊടുത്ത് അതീവ രഹസ്യമായി അവനെ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു. ജ്യോത്സ്യൻ്റെ വേഷത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്ന സുൽത്താൻ്റെ ചാരൻ പല പ്രവചനങ്ങളും നടത്തി നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റി. ത്രികാല ജ്ഞാനിയെന്നും യോഗീശ്വരനെന്നും അവതാരമൂർത്തിയെന്നുമൊക്കെ പറഞ്ഞ് ജനങ്ങൾ ആ ചാരനെ പുകഴ്ത്തിപ്പാടുവാൻ തുടങ്ങി. ഈ വിവരം നമ്മുടെ കൃഷ്ണദേവരായരുടെ ചെവിയിലും എത്തിച്ചേർന്നു. ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടായിരുന്ന കൃഷ്ണദേവരായർ ഒരു ഭൃത്യനെ പറഞ്ഞയച്ച് ആ ജ്യോത്സ്യനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. മഹാരാജാവിൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി പ്രവചനം നടത്തിയ ജ്യോത്സ്യൻ ഇനി 3 വർഷക്കാലത്തേക്ക് ആരുമായും യുദ്ധത്തിലേർപ്പെടരുതെന്നും എന്തെങ്കിലും കാരണത്താൽ തുംഗഭദ്ര നദി രാജാവ് കടക്കുവാനിടയാൽ പെട്ടെന്ന് തന്നെ രാജാവിന് മരണം സംഭവിക്കുമെന്നും ആ ജ്യോത്സ്യൻ പ്രവചിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മഹാരാജാവിന് ആകെ പരിഭ്രമം തോന്നി. ഒന്നും കേൾക്കണ്ടായിരുന്നു, അറിയണ്ടായിരുന്നു. അടുത്ത പൗർണമി ദിനത്തിൽ സുൽത്താനുമായി യുദ്ധം ചെയ്യുവാൻ നാം തീരുമാനിച്ചിരുന്നതാണ്. അതുപോലെ തുംഗഭദ്ര നദിയുടെ മറുകരയിലുള്ള ക്ഷേത്രോത്സവത്തിലും പങ്കെടുക്കണമെന്ന് നാം തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ തൻ്റെ തീരുമാനങ്ങളെല്ലാം മാറ്റേണ്ടതായി വന്നിരിക്കുന്നു. ചിന്താക്കുഴപ്പത്തിലായ കൃഷ്ണദേവരായർ അസ്വസ്ഥതയോടെ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ തെന്നാലി രാമൻ അവിടേക്ക് കടന്നു വന്നത്. ചിന്താവിവശനായ മഹാരാജാവിനെ കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് രാമന് തോന്നി. പ്രഭു, എന്താണ് അവിടുന്ന് അസ്വസ്ഥനായി കാണപ്പെടുന്നത്? രാമൻ രാജാവിനോട് ചോദിച്ചു. രാമനെ കണ്ടപ്പോൾ തന്നെ മഹാരാജാവിന് ആശ്വാസമായി. ഇതുപോലുള്ള സങ്കീർണ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുവാൻ മിടുക്കനാണല്ലോ നമ്മുടെ തെന്നാലി രാമൻ. രാജാവ് വിവരങ്ങളെല്ലാം വിശദമായി തെന്നാലി രാമനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തെന്നാലി രാമൻ പൊട്ടിച്ചിരിച്ചു. ഗുരുതരമായ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ചിരിക്കുന്നുവോ? രാജാവ് നീരസത്തോടെ തെന്നാലി രാമനോട് ചോദിച്ചു. പ്രഭു, അടിയന്റെ സംശയം വാസ്തവവിരുദ്ധമായിരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണ്. എന്താണ് രാമ നിങ്ങൾ പറയുന്നത്? ആ ജ്യോത്സ്യനെ കുറിച്ച് ആരംഭം മുതലേ അടിയന് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ആരാണെന്ന് വ്യക്തമായിരിക്കുന്നു. ആരാണയാൾ? സുൽത്താൻ്റെ ചാരൻ. അല്പസ്വല്പം ജ്യോതിഷം പഠിച്ചിട്ടുള്ള അഭിനവ ചാരനാണവൻ. വാസ്തവമോ? അതേ തിരുമേനി, ആദ്യം മുതലേ അവൻ്റെ നീക്കങ്ങൾ അടിയൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലെല്ലാം അയാൾ ചുറ്റിക്കറങ്ങുന്നത് കണ്ടപ്പോൾ മുതൽ അടിയന് സംശയം തോന്നിത്തുടങ്ങിയതാണ്. ദൈവാധീനം. കൃഷ്ണദേവരായർ ആശ്വാസത്തോടെ നിശ്വസിച്ചു. രാമ, നമ്മുടെ ആയുധക്കിടങ്ങുകളെക്കുറിച്ചും മറ്റും അയാൾ സുൽത്താന് വിവരം നൽകുമോ? അത് ഒരിക്കലും സംഭവിച്ചുകൂടാ. എങ്ങനെ രാമ അതിൽ നിന്ന് അയാളെ നമുക്ക് തടയാം? മാർഗമുണ്ട് തിരുമേനി. അങ്ങ് ഒരിക്കൽ കൂടി ആ ജ്യോത്സ്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ അടിയൻ നോക്കിക്കൊള്ളാം. എങ്കിൽ അങ്ങനെ തന്നെ രാമ. പ്രഭു, ഒരു കാര്യം കൂടി. എന്താണ് രാമ? പ്രഭു, ആ ദുഷ്ടനാചാരനെ അടിയനെ നിഗ്രഹിക്കേണ്ടതായി വന്നേക്കും. ചിലപ്പോൾ രാജ്യദ്രോഹക്കുറ്റം മരണശിക്ഷ അർഹിക്കുന്നതാണ്. അതുകൊണ്ട് രാമന് ഞാൻ ആ അധികാരം തന്നിരിക്കുന്നു. ഉടൻ തന്നെ കൃഷ്ണദേവരായർ രാജകൊട്ടാരത്തിലേക്ക് വീണ്ടും വിളിപ്പിച്ചു. രാജാവിൻ്റെ സവിധത്തിലേക്ക് ഭവ്യതയോടെ കടന്നു വന്ന ജ്യോത്സ്യൻ അദ്ദേഹത്തെ താണു തൊഴുതിട്ട് ഓരം ചേർന്ന് ഒതുങ്ങി നിന്നു. അപ്പോൾ ആ ജ്യോത്സ്യൻ സാമാന്യം വലിയൊരു ഭാണ്ഡക്കെട്ട് മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ജ്യോത്സ്യരെ, ഈ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരം വിദൂഷകനായ തെന്നാലി രാമനാണ്. ഇദ്ദേഹത്തിന് താങ്കളോട്
ചില സംശയങ്ങൾ ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്. അടിയൻ പ്രഭു ചോദിച്ചോളൂ തമ്പ്ര. ആ ഭാണ്ഡക്കെട്ട് താഴെ വെച്ചിട്ട് ജ്യോത്സ്യൻ ഇരിക്കൂ, രാമൻ പറഞ്ഞു. തെന്നാലി രാമൻ പറഞ്ഞതുപോലെ ജ്യോത്സ്യൻ ഇരുന്നു. താങ്കളുടെ പേരെന്താണ്? വെങ്കിട വരാഹൻ. ആഹാ, നല്ല പേര്. ആട്ടെ, താങ്കൾക്കിപ്പോൾ എത്ര വയസ്സായി? 32 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ആട്ടെ, താങ്കളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര കാലമാണെന്ന് കൃത്യമായി പ്രവചിക്കാൻ താങ്കൾക്ക് കഴിയുമോ? തെന്നാലി രാമൻ കൗശലത്തോടെ ജ്യോത്സ്യനോട് ചോദിച്ചു. സാധിക്കും തമ്പ്ര. ഇനിയും 50 വർഷം കഴിഞ്ഞ് 82 വയസ്സുവരെ അടിയന് ആയുർബലമുണ്ട്. തീർച്ചയാണോ? അതേ തമ്പ്ര, ജ്യോതിഷത്തിന് പിഴവുണ്ടാകുകയില്ല. തീർച്ചയാണോ ജ്യോത്സ്യരെ? തെന്നാലി രാമൻ വീണ്ടും ചോദിച്ചു. കൃഷ്ണദേവരായർ രാമന്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതേ തമ്പ്ര, ജ്യോതിഷം കണക്കാണ്. കൃത്യമായി കൂട്ടുന്ന കണക്ക് ഒരിക്കലും പിഴയ്ക്കുകയില്ല. അടുത്ത ക്ഷണത്തിൽ തെന്നാലി രാമന്റെ കയ്യിലിരുന്ന ഉടവാൾ ജ്യോതിഷന്റെ തല കൊയ്ത് തറയിലിട്ടു. നാളിതുവരെ അയാൾ കൂട്ടിയും കിഴിച്ചും തിട്ടപ്പെടുത്തി വെച്ചിരുന്ന അയാളുടെ ആയുസിന്റെ കണക്ക് അവിടം കൊണ്ട് അവസാനിച്ചു. സുൽത്താന് കൈമാറുന്നതിനായി ഭാണ്ഡക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന രഹസ്യങ്ങളെല്ലാം പുറത്തെടുത്ത് തെന്നാലി രാമൻ കൃഷ്ണദേവരായരെ ബോധ്യപ്പെടുത്തി. തെന്നാലി രാമനെക്കുറിച്ച് കൃഷ്ണദേവരായർക്ക് അഭിമാനം തോന്നി. വിലപിടിപ്പുള്ള ധാരാളം പാരിതോഷികങ്ങൾ നൽകി അദ്ദേഹം രാമനെ അഭിനന്ദിച്ചു. ഹായ് കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ കൂടെ കൂടാൻ മറക്കല്ലേ.